ഹായ് കൂട്ടുകാരെ, വെരി ഗുഡ് ഈവനിങ്. മുട്ടച്ചേട്ടനാണ്. മുട്ടച്ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്ന വീഡിയോയിൽ പോലെ തന്നെ മുട്ടച്ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവ ബഹുലമായ ഒരു കഥ വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. അതും നടന്നത് 2025 ഈ വർഷം നടന്ന ഒരു കഥയാണ്. ഈ കഥയിൽ യാതൊരുവിധ സാങ്കല്പിക കഥാപാത്രങ്ങളുമില്ല, എല്ലാം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ മാത്രം. അപ്പം ഈ കഥയിൽ ട്വിസ്റ്റ് ഉണ്ടാവും, എഡിറ്റിംഗ് ഉണ്ടാവും, പല വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ കഥയിലുണ്ടാവും. നിങ്ങൾ ദയവായി ഇത് വായിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇതൊരു നടന്ന കഥയാണ്, അല്ലെങ്കിൽ മുട്ടച്ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. നിങ്ങൾ മുഴുവൻ കാണണം. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. കഥയിലേക്ക് കിടക്കാം. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭയങ്കരമായ നടുവേദന കാരണം ബുദ്ധിമുട്ടുകയാണെന്ന്. പലവിധ ആയുർവേദ മരുന്നുകളും മറ്റ് ഇംഗ്ലീഷ് മരുന്നുകളും എല്ലാം ചെയ്തു, പക്ഷേ അതിലൊന്നും മാറ്റങ്ങളുണ്ടായില്ല. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് അഡ്വൈസ് ചെയ്തു, ഇത് സർജറി ചെയ്യണം, അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ സർജറിക്ക് തയ്യാറുമല്ലായിരുന്നു. അപ്പോഴാണ് ഇവർ പറഞ്ഞ്, നിങ്ങൾ പോയിട്ട് നീന്തുന്നത് എപ്പോഴും ഗുഡ് ഫോർ ഹെൽത്ത് ആണെന്ന് പറഞ്ഞു. ഞാനതും പ്രകാരം വീട്ടിൽ വന്നു. നീന്താൻ നോക്കുമ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പുഴയിൽ കുറേയേറെ അപകട മരണങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായി. അതുകൊണ്ട് ആൾക്കാരൊന്നും സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്യണം, എന്താണ് ഇതിനുള്ള ഒരു പോംവഴിയിടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണമെന്നൊരു മോഹം മനസ്സിലേക്ക് വരുന്നത്. പക്ഷേങ്കിൽ സ്വിമ്മിംഗ് പൂൾ പണിയാൻ കുറേയേറെ ചിലവാകും. ഞാൻ പേരാവൂർ തൊണ്ടിയിലുള്ള എറ്റേണിറ്റി പൂൾസുമായിട്ട് ബന്ധപ്പെട്ടു. അവരോട് ചോദിച്ചു, ഇതിനൊക്കെ എത്രത്തോളം ചിലവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അത് താങ്ങാൻ പറ്റില്ലാത്ത ഒരു ചിലവാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതവിടെ വെച്ച് ഐഡിയ അങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നെ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ബിന്ദു എന്നോട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം. അപ്പം നടുവേദന കൂടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ബിന്ദുവിൻ്റെ അടുക്കൽ ഒന്നും വിളിക്കാറില്ല. അപ്പോൾ ബിന്ദുവിനോട് പറഞ്ഞു, ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ബിന്ദു പറഞ്ഞ മറുപടിയാണ്, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ എന്നുള്ളത്. അതെ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ. ബിന്ദുവിൻ്റെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ട്, പിന്നെ കയ്യിൽ വളകളുമുണ്ട്. അപ്പം ഞാൻ സ്വർണം ഉപയോഗിക്കുന്ന ആളല്ല. ബിന്ദുവിനോട് പറഞ്ഞു, ഇത് കൊണ്ടേ വിറ്റോളൂ, ഇതുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂൾ പണിയാം, ഞാൻ റോൾഡ് ഗോൾഡ് ഉപയോഗിച്ചോളാം, 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളയും കമ്മലും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അത് പ്രകാരം ഞാൻ ബിന്ദുവിൻ്റെ സ്വർണം കൊണ്ടുപോയി വിറ്റു. അങ്ങനെ ഞാനും ബിന്ദുവും എങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയോ അതേ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയി. എല്ലാം പൂജ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ബിന്ദു സ്വർണം വിൽക്കാൻ തയ്യാറായപ്പോൾ അതിന് ഞാൻ എതിർപ്പ് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. സ്വർണം വിറ്റു, വീട്ടിൽ വന്നു നോക്കുമ്പോൾ ഈ പൈസ കൊണ്ടൊന്നും തികയില്ല. അങ്ങനെ വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഈ നമ്പറിൽ വന്ന ഫോണ് കുറേ നേരം അടിച്ചതിന് ശേഷം ഞാൻ ഫോൺ എടുത്തു. മുട്ടച്ചേട്ടനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. ആരാ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഇതാണ് മറുപടി പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. എൻ്റെ ഒരു ആരാധകനോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതാണ് അവിടെ നടന്നത്. പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നത് കഥ പറയുമ്പോഴെന്നുള്ള മമ്മൂക്കായുടെ ആ സിനിമയിലെ ഡയലോഗാണ്. ആ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞവനായി. അതെ, എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെന്നും എന്നിലൊരു നല്ല കലാകാരനുണ്ടെന്നും അദ്ദേഹം ഫോണിൽ കൂടി എന്നോട് സംസാരിച്ചു. അപ്പോഴും എനിക്ക് ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെയാണ് വളരെ സംഭവബഹുലമായ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു പൂള് പണിതു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയത്തില്ലാത്തുള്ളൂ. ഭാര്യയുടെ പേര് ഷീബ എന്നാണ്. ഷീബ എന്നോട് പറഞ്ഞു, അത് പറയുന്നതിൽ എനിക്കും ഒരിതുണ്ട്, നിങ്ങളൊരു സംഭവമാണ് മുട്ടച്ചേട്ടാ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ഇത്ര ഇഷ്ടം എന്ന് പറഞ്ഞു. ആ വാക്കുകളും എന്നിൽ ഒരു വലിയ പ്രചോദനമായി. ആ പൂളിൻ്റെ പണി
എറ്റേണിറ്റി പേരാവൂർ തൊണ്ടിയിലുള്ള അവർ ചെയ്തു കഴിഞ്ഞു. ഇതാ കണ്ടോളൂ എങ്ങനെയാണ് ആ പൂളെന്നുള്ളത്. എറ്റേണിറ്റി പൂൾ പേരാവൂർ തൊണ്ടിയിൽ അവർ മുട്ടച്ചേട്ടനായി നിർമ്മിച്ചു തന്ന പൂളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ. എറ്റേണിറ്റിക്കാർ വളരെ ഭംഗിയായിട്ട് തന്നെ പൂളിൻ്റെ നിർമ്മാണം നടത്തി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ സ്വപ്നം പൂവണിയുകയാണ്. അതാണ് സുഹൃത്തുക്കൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ പൂളിൻ്റെ വീഡിയോ കണ്ടല്ലോ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അങ്ങനെ ഞാനൊരു വലിയ കടക്കാരനായി ആ അജ്ഞാത വ്യക്തിയോട് ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് വാക്കുകളാണ്, കേട്ടുള്ളൂ. നിറകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, ബാലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട. അങ്ങനെ മുട്ടച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു അജ്ഞാത വ്യക്തി വലിയ ഒരു കുളിർക്കാറ്റ് വീശിയിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഇതുവരെയായിട്ടും ആ വ്യക്തിയെ പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അറിയണമെന്നുണ്ട്, അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. നിറഞ്ഞ സ്നേഹം മാത്രമേ എനിക്ക് നൽകാനുള്ളൂ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ സഹോദര. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബയുമായിട്ട് ഞാൻ സംസാരിച്ചു. ഷീബയും ഒരു ആരാധികയാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂലി എന്നുള്ളതാണ്. ഞാൻ വീഡിയോ നീട്ടുന്നില്ല, വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. വീഡിയോ വാച്ച് ചെയ്തവർക്കും എറ്റേണിറ്റി പൂൾസിനും പിന്നെ എൻ്റെ അറിയാത്ത കാണാത്ത ആ നല്ല സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീബയ്ക്കും മോനും മുട്ടച്ചേട്ടൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടുകൂടി മുട്ടസേട്ടേ.